അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൺമാസ്കിംഗ് അനോമലീസിൻ്റെ മറ്റൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്ന മറ്റൊരു വീഡിയോ ആണ് കാണുന്നത്. ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എന്നിട്ട് വീഡിയോ കണ്ട ശേഷം നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ബെസ്റ്റ് വേ ടു ലേൺ. ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ദൈവം ആ ഒരു സോഫ്റ്റ്വെയർ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖ ജീവിക്കാൻ. ഇറ്റ്സ് വെരി നൈസ്, വെരി പ്ലസന്റ്, ബിക്കോസ് യു ഹാവ് ദ ഫ്രീഡം. ഫ്രീഡം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ അറിയാം ഫ്രീഡം. അത് കുറെ കാലം അത് ആചരിച്ചു വന്നവർക്ക് അതൊന്ന് മാറുമ്പോഴുള്ളൊരു ഫ്രീഡം ഉണ്ട്. ജസ്റ്റ് ട്രൈ ദാറ്റ് വൺസ്. ആരെയും പേടിക്കാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഒക്കെ നമുക്ക് ചെറുതായിരിക്കും, നമുക്കൊരു പേടി, അയ്യോ ഞാനിത് ചെയ്തില്ലെങ്കിൽ ദൈവം വല്ലതും നമ്മളെ ഇതാക്കിയാലോ, പേടി. അതങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ യു ക്യാൻ ഡു. As long as you have a reason to do things, as long as you can convince your conscience, you can do whatever you want to do. ചെയ്തു നോക്കൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവർ റിലീജിയൻ ആ സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഭയങ്കര സുഖമാണെന്നാണ് പറയുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെഷീൻ ക്രാഷ് ആവുകയല്ലേ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കണക്കുകൾ ഡാറ്റ എന്താണ് പറയുന്നത് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇവരെയാണോ നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടത്, അല്ലെങ്കിൽ സയൻസിനെ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, അല്ലേ? അതെ അതെ, നമുക്ക് ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കണോ അല്ലെങ്കിൽ സയൻസിനെ വിശ്വസിക്കണോ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സയൻസിനെ വിശ്വസിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബുദ്ധിപരം എന്നുള്ളതാണ്. ഈ ഒരു ഏതോ ഷെയർ ചെയ്തു വന്ന ഏതോ റീലിനേക്കാളും. അപ്പോൾ ഡാറ്റ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് ഇവർ പറയുന്ന പോലെ റിലീജിയൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലസന്റ് ആവും എന്നാണ് പറഞ്ഞത്. പ്ലസന്റ് ആവുമോ അല്ലയോ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അതായത് റിലീജിയൻ ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു പ്ലഷറൊക്കെ കിട്ടുന്നുണ്ടാവും, അല്ലേ? ഒരു പിന്നെ അവർ എന്തും ചെയ്യാന്നാണ് പറഞ്ഞത്. അതായത് റിലീജിയനിൽ പറ്റാത്ത, അപ്പം റിലീജിയനിൽ പറ്റാത്ത എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് ഇതിൽ അത് ആ കുറ്റബോധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് പൊട്ടിച്ചെറിയുന്നത് എന്നുള്ളൊരു സൂചന അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിവേ, അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവും ആ സമയത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ലോങ് ടേമിൽ പ്ലസൻറ്റ് ആവും എന്ന് പറയുന്നത് ഇങ്ങനെ റിലീജിയൻ ഒഴിവാക്കിയാലാണോ അല്ലേ എന്നുള്ളത് നോക്കാം. യഥാർത്ഥത്തിൽ ഒരുപാട് പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത് ആത്മഹത്യാ നിരക്ക് നിരീശ്വരവാദികൾക്ക് ഇടയിൽ വളരെ കൂടുതലാണ്. മതവിശ്വാസികൾക്കിടയിൽ അത് കുറവാണ്. കൃത്യമായിട്ട് പറയണം, നമ്മൾ ആലോചിക്കണം. കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ രാജ്യങ്ങളുടെ കണക്കല്ല പറയുന്നത്, മതവിശ്വാസികൾക്കിടയിൽ ആത്മഹത്യ കുറവാണ് എന്ന് തന്നെ പറയുന്ന പഠനങ്ങളുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട്. നിരീശ്വരവാദികൾക്ക് ഇടയിൽ അതിൻ്റെ തോത് കൂടുതലാണ് എന്ന് പറയുന്ന പഠനങ്ങളുണ്ട്. അതിൽ തന്നെയും മുസ്ലിങ്ങൾക്കിടയിൽ വളരെ കുറവാണ് എന്ന് പറയുന്ന പഠനങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കാരണം കൂടി അനലൈസ് ചെയ്യുന്ന പഠനങ്ങളുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട്, ആധികാരികമായിട്ടുള്ള ശാസ്ത്രീയ പഠനം. അപ്പോൾ അതിൽ ഒന്നിലും അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സൂയിസൈഡിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റഡിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറേ പഠനങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അവർ പറയുന്നത്, മിക്കവാറും പഠനങ്ങൾ പറയുന്നത് സൂയിസൈഡിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള കുറേ ഘടകങ്ങൾ മതത്തിലുണ്ട് എന്നുള്ളതാണ്. റിലീജിയോസിറ്റി ഉണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകം പറയുന്നത് ഡിപ്രഷൻ്റെ തോത് കുറവാണ് എന്നുള്ളതാണ്. മതവിശ്വാസികൾക്കിടയിൽ ഡിപ്രഷൻ്റെ തോത് കുറവാണ്. അതിനുള്ള കാരണവും അതിലൂടെ നമുക്ക് വിവിധ പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഡിപ്രഷൻ്റെ തോത് കുറയ്ക്കുന്ന, അതേപോലെ മനുഷ്യൻ്റെ ലോങ് ടേം ഹാപ്പിനെസ് കൂട്ടുന്ന ഒരുപാട് ഘടകങ്ങൾ മതത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, സോഷ്യൽ റിലേഷൻഷിപ്പ് സ്വാഭാവികമായിട്ടും മതവിശ്വാസികൾക്കിടയിൽ കൂടുതലായിരിക്കും. മാത്രമല്ല പിന്നെ കുടുംബ ബന്ധങ്ങൾ കൂടുതലായിരിക്കും. ഇതൊക്കെ ഡിപ്രഷന് നേരെ എതിർ നിൽക്കുന്ന സംഗതികളാണ്. അത് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മതവിശ്വാസികളുടെ പിന്നെ ഇത് ബെറ്റർ ആയിരിക്കും നിരീശ്വരവാദികളെക്കാൾ കൂടുതൽ. പിന്നെ രണ്ടാമത്, പർപ്പസ് ആൻഡ് മീനിങ് ഫോർ ലൈഫ്, ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ഇത് പ്രത്യേകിച്ചും നിരീശ്വരവാദികൾക്ക് ജീവിതത്തിന് അർത്ഥമില്ല. അത് ആശയപരമായിട്ട് തന്നെ അതിനൊരർത്ഥമില്ല. ഒരു നിരീശ്വരവാദം ശരിയാണെങ്കിൽ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവേണ്ടതില്ല. എന്നാൽ നിരീശ്വരവാദം തെറ്റാണ്, അത് നമുക്കറിയാം. പിന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്. അപ്പോൾ ഈ അർത്ഥവും ലക്ഷ്യവും ഉള്ള ജീവിതം ഉള്ള ആളുകൾക്ക് ലോങ് ടേം ഹാപ്പിനെസ് കൂടുതലാണ് എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഏതെങ്കിലും റീൽസ് പറയുന്നത് കേൾക്കണോ, ശാസ്ത്രം പറയുന്നത് വിശ്വസിക്കണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. പിന്നെ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. മൈൻഡ്ഫുൾനെസ് വെച്ചുകൊണ്ട് അത് ഡിപ്രഷൻ കുറയ്ക്കുന്നു, ലോങ് ടൈം ഹാപ്പിനെസ് കൂട്ടുന്നു. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് ശുഭപ്രതീക്ഷയും കൃതജ്ഞതയും നിറഞ്ഞ ആ ഒരു മനോഭാവം ഹാപ്പിനെസ് കൂട്ടുന്നു. ഇത് സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്കിടയിലായിരിക്കും കൂടുതൽ. കാരണം ഒന്നാമത് കൃതജ്ഞത പ്രകടിപ്പിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ്. മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിനും കൃതജ്ഞത പറയാൻ ഒരാളുണ്ട്. അവർക്ക് മറ്റൊരു ആളില്ല, ആരോട് പറയും കൃതജ്ഞത എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്, ശുഭപ്രതീക്ഷ.
ശുഭപ്രതീക്ഷ പുലർത്താൻ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരുപാട് ന്യായങ്ങളുണ്ട് ശുഭപ്രതീക്ഷ പുലർത്താൻ. എന്നാൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എന്തിന് ശുഭപ്രതീക്ഷ പുലർത്തണം? കാരണം അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. നാളെ അനന്തമായിട്ടുള്ള സാധ്യതകൾ സംഭവിക്കുന്നതിൽ വളരെ ചുരുങ്ങിയ സാധ്യതയാണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള യുക്തിപരമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഡാറ്റകൾ പരിശോധിച്ച് കഴിഞ്ഞാലും മതവിശ്വാസിക്ക് ലോങ് ടേം ആയിട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ സന്തോഷമുണ്ടാവും, പ്ലഷർ ഉണ്ടാവും എന്ന് തന്നെയാണ് ഡാറ്റകളിലൂടെ കടന്നുപോയാൽ, ശാസ്ത്രത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ലക്ഷ്യബോധത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് മദ്യം കാണുന്ന അയാൾക്ക് മദ്യപിച്ച് നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അയാളുടെ മതം അയാളെ തടയുന്നു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അയാളുടെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം അയാൾ മദ്യപാനത്തിന് സാമ്പത്തികമായി പണം ചെലവഴിക്കുന്നില്ല. അയാൾക്ക് സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ആരോഗ്യപരമായി അത് നേട്ടങ്ങൾ ഉണ്ടാക്കും, മാനസികമായി അത് നേട്ടങ്ങൾ ഉണ്ടാക്കും, ഒരു പക്ഷേ അത് കുടുംബപരമായി അത് നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എന്ത് ചെയ്യും ആൾക്ക് മദ്യപാതി. മാനസികമായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പഠനങ്ങളിൽ തന്നെ മദ്യപാനം മൈൻഡ്ഫുൾനെസ് കുറയ്ക്കുന്നു എന്ന് പഠനമുണ്ട്. മൈൻഡ്ഫുൾനെസ് കുറവുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ഡിപ്രഷൻ കൂടുന്നു, അല്ലെങ്കിൽ ലോങ് ടൈം ഹാപ്പിനെസ് കുറയുന്നു എന്നും പഠനങ്ങളുണ്ട്. അതെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ മതത്തിന്റെ ഒരു റെസ്ട്രിക്ഷൻ, ഒറ്റ റെസ്ട്രിക്ഷൻ നമ്മൾ പറയുന്നത്. മദ്യപാനം എന്നൊരു ഒറ്റ റെസ്ട്രിക്ഷൻ മതത്തിന്റെ ഇവർ പറഞ്ഞല്ലോ, അതിൽ നിന്ന് മതത്തിന്റെ ആ ഒരു എന്താ പറയുക സങ്കുചിതമായ ആ ഒരു ഫ്രീഡം, സങ്കലത്തിൽ നിന്നുള്ള ഫ്രീഡം, ആ ഫ്രീഡം നഷ്ടപ്പെടാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ് ഈ സാമ്പത്തികവും. ആക്ച്വലി അവർ പറയുന്നത് അവർ പ്രസന്റ് ചെയ്യുന്നത് ആ ഫ്രീഡം, എന്തും ചെയ്യാനുള്ള ഫ്രീഡവും പ്ലസന്റ് ആവുകയും അതും ഒരേപോലെ, അതായത് ഫ്രീഡം കൂടിയാൽ പ്ലസന്റ് ആവും എന്നുള്ള ഒരു അസംഷൻ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മദ്യപാനത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്ലസന്റ് അല്ലാതാവുകയല്ല, ഒരുപാട് നേട്ടങ്ങൾ കിട്ടുകയാണ് ഈ ഒറ്റ റെസ്ട്രിക്ഷനോട് കിട്ടുകയാണ്. എന്നാൽ ഈ റെസ്ട്രിക്ഷൻ അവർ ഒഴിവാക്കുമ്പോൾ എന്താ കിട്ടുക? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് പോയി മദ്യവെക്കാം, യെസ്, ഫ്രീഡം. ആ ഒരു നിമിഷത്തെ പ്ലസന്റ് ആണ്. അയാളുടെ ജീവിതം മൊത്തം പിന്നീട് ലോങ് ടൈം നോക്കുമ്പോൾ കോരാട്ടയാവും എന്നുള്ളതാണ്. അപ്പം വളരെ സങ്കുചിതമായി ചിന്തിക്കുമ്പോഴാണ് നമുക്കിത് ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി മദ്യവെക്കാം, എന്നെ ആരും ചോദിക്കാനും പറയാനുമില്ല. പക്ഷെ അത് അയാളുടെ ജീവിതത്തെ എല്ലാ രീതിയിലും നെഗറ്റീവായി ബാധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ഒരൊറ്റ റെസ്ട്രിക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇപ്പം ഇവിടെ ഡിപ്രഷൻ്റെ വിഷയം വരുന്ന സമയത്ത് അതിൽ സ്പിരിച്വാലിറ്റിയും ദൈവത്തോടുള്ള ബന്ധവും ഒക്കെ അയാളെ എത്രത്തോളം ഹെൽപ്ഫുൾ ചെയ്യുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഈ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റെസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ആരെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. അവിടെയാണ് വിശ്വാസം ഉണ്ടാകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അവൻ്റെ റബ്ബ്, ആ റബ്ബ് അവനോടൊരു കാര്യം പറയുമ്പോൾ സ്വാഭാവികം അത് ചെയ്യാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക. അതവന് ചങ്ങലയായിട്ടല്ല തോന്നുക, അതവന് സന്തോഷമാണ് ഉണ്ടാക്കുക. ആ റെസ്ട്രിക്ഷൻ അവന് ആനന്ദമാണ് ഉണ്ടാക്കുക. ആ റെസ്ട്രിക്ഷൻ കൂടെ ഉണ്ടാകുന്ന ഈ ആനന്ദങ്ങളൊക്കെ ഉണ്ട്, ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ അവൻ ആ റെസ്ട്രിക്ഷൻ അള്ളാഹു പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയുന്നല്ലോ എന്നുള്ള ആത്മസംതൃപ്തിയാണ് അവനുണ്ടാവുക. പിന്നെ മറ്റൊരു സംഗതി വെച്ചാൽ റെസ്ട്രിക്ഷൻ എങ്ങനെ വന്നാലും ഒഴിവാവില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവർ മതത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഒഴിവാക്കി നോക്കുക, എന്നാലും അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് നിലവിലുണ്ട്. ഒന്ന് നിയമത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്, അതെങ്ങനെ വന്നാലും ഇവർക്ക് ഭേദിക്കാൻ കഴിയില്ല. കഞ്ചാവ് വലിക്കാൻ ഇന്ത്യയിൽ പറ്റില്ല, നിയമത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും സമൂഹത്തിൻ്റെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്, സാമൂഹികമായ നോംസ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഏത് നാട്ടിൽ പോയാലും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലാണെങ്കിൽ, നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹം നെഗറ്റീവായി നോക്കുന്ന ചില ഒരുപാട് കാര്യങ്ങളുണ്ട്. മേക്കപ്പിൻ്റെ വിഷയത്തിലൊക്കെ അത് അവർ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ അവർ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതല്ല. പക്ഷെ അതൊരു സാമൂഹിക സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധിതമാക്കപ്പെടുന്ന സംഗതികളുണ്ട്. അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ, സോഷ്യൽ നോംസ്, ബോഡി ഡിസാറ്റിസ്ഫാക്ഷൻ, ബോഡി ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. അത് ഏത് രാജ്യത്തായാലും ഉണ്ടാവും, അവിടുത്തെ കൾച്ചർ അനുസരിച്ചുള്ള. അപ്പോൾ റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് എങ്ങനെയാലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ആ റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നൽകുന്ന റെസ്ട്രിക്ഷൻസ് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഗുണമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഡാറ്റ വെച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത്. അത് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ മെക്കാനിസം ഒക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ലോകത്ത് പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണ് നൽകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ഗോളിൻ്റെ വിഷയം കൂടി പറയുമ്പം ഇപ്പം ഒരാളുടെ ഗോൾ എന്ന് പറയുമ്പം വളരെ ചെറിയ ഗോൾ, ഇപ്പം എനിക്ക് മദ്യപിക്കണം,
അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം, അങ്ങനെയുള്ള വളരെ ചെറിയ ഗോളാവുമ്പോഴാണ് അത് പിന്നീട് അവസാനിക്കുന്ന സമയത്ത് ഒരു ശൂന്യത ഉണ്ടാവുകയും ഈ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്നത്. മറിച്ച് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോള് പരലോക വിജയവും അതുമായി ബന്ധപ്പെട്ട ആത്യന്തിക വിജയങ്ങളും ഒക്കെ ആവുമ്പോൾ, അങ്ങനെയുള്ള അൾട്ടിമേറ്റ് പർപ്പസ് ഒരാളുടെ ലൈഫിന് ഉണ്ടാവുമ്പോഴാണ് അയാൾ ഹാപ്പി ആവുന്നു. അയാൾ ഹാപ്പി ആകുന്നത് എന്നുകൂടി പറയണം. മീൻസ് നമ്മുടെ ഡാറ്റ് തന്നെ പറയുന്നത്, അതായത് അത്തരത്തിലുള്ള ഒരു പർപ്പസ്, മീൻസ് ഒരു പർപ്പസും മീനിങ് ഉള്ള ലൈഫുള്ള ആൾക്കാണ് ജീവിതം ഹാപ്പി ആവുന്നത്, കൂടുതൽ ഹാപ്പി ആവുന്നത് എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും പരലോക വിശ്വാസം അതൊക്കെ ഒരു പർപ്പസായി എടുക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവൻ്റെ ലൈഫ് കൂടുതൽ ഹാപ്പി ആവാനാണ് സാധ്യത. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് പർപ്പസ്. അതെ അതെ. മറിച്ച് അതേ സമയത്ത് ചെറിയ ചെറിയ പർപ്പസുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഒരാൾക്ക് മദ്യപിക്കണം, അല്ലെങ്കിൽ നാളെ പോയി ഇന്നൊരു ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ പർപ്പസാണ് ഇവിടെ പറയും ഉദ്ദേശിക്കുന്നത്. പർപ്പസ് ആൻഡ് മീനിങ് ഇൻ ലൈഫ്, ലൈഫിന് തന്നെ ഒരു മീനിങ് ഉണ്ടാവും. ലൈഫിലെ പർപ്പസുകളെ കുറിച്ചല്ല. അതെ അതെ, നമ്മൾ ഷോർട്ട് ടേം പർപ്പസ് എന്നുള്ള അർത്ഥത്തിലല്ല, എന്റെ ജീവിതത്തിന് തന്നെ ഒരു പർപ്പസ് ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.